ഇനി ഞാനിവിടെ ബ്രെഡ് ഓംലെറ്റ് എങ്ങനെ രണ്ട് രീതിയിൽ ഉണ്ടാക്കാമെന്നാണ് കാണിക്കുന്നത്. ആദ്യമായിട്ട് ഞാനിവിടെ കുറേ പച്ചക്കറികൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി അതിന് ശേഷം ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ട് അതിലോട്ട് മുട്ട 2 പൊട്ടിച്ചിടുകയാണ്. ഇനി അതിലോട്ട് കുറച്ച് ഉപ്പും അതിന് വേണ്ട എരിവിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് കുരുമുളക് പൊടി വേണ്ട, നിങ്ങൾക്ക് മുളക് പൊടിയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുരുമുളകിനെ സ്കിപ്പ് ചെയ്തിട്ട് മുളക് പൊടി ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇല്ല, നിങ്ങൾക്ക് ഇത്തിരി സ്പൈസി ആവണമെന്നുണ്ടെങ്കിൽ രണ്ടും ഇട്ട് കൊടുക്കാം. ഇനി അതൊന്ന് നമുക്ക് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ഇത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനെല്ലാം വളരെ നല്ലതായിരിക്കും. ഇനി അതിലോട്ട് ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറി ഇട്ട് കൊടുക്കുകയാണ്. സ്പ്രിംഗ് ഓണിയൻ, തക്കാളി, അതുപോലെ തന്നെ കുറച്ച് പച്ചമുളക്, സവാള, പിന്നെ യെല്ലോ ബെൽ പെപ്പർ, പിന്നെ ക്യാരറ്റുമാണ് ഞാനിവിടെ ഇടുന്നത്. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പച്ചക്കറികളെല്ലാം ഇതിൽ ആഡ് ചെയ്യാവുന്നതാണ്, മഷ്റൂംസ് പോലെയുള്ളതെല്ലാം. അപ്പോൾ ഇനി ഇതൊന്ന് നല്ലോണം മിക്സ് ചെയ്യാം നമുക്ക്. അതിനുശേഷം ഉപ്പ് ചെക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഉപ്പോ എരിവോ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഞാനിത് മാറ്റി വെക്കുകയാണ്. ഇനി ഞാനിവിടെ ഒരു പ്ലേറ്റ് വെച്ചിട്ട് അതിൽ 2 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ട് അതിൻ്റെ സെൻറ്റർ പാർട്ട് ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ്. അതിൻ്റെ രണ്ടിൻ്റെയും അതേപോലെ തന്നെ ചെയ്യാണ്. ഇനി അടുപ്പത്തൊരു തവ ചൂടാക്കിയിട്ട് അതിലോട്ട് ഞാൻ കുറച്ച് ബട്ടർ ഇടുകയാണ്. അതൊന്ന് നല്ലോണം ഗ്രീസ് ചെയ്തെടുക്കാം നമുക്ക് ആ പാനിൽ. ഇനി അതിലോട്ട് തവ ഒന്ന് ചൂടാകുമ്പോഴേക്കും ഞാൻ അതിലോട്ട് ആ ബ്രെഡ് കട്ട് ചെയ്ത പീസ് ഞാൻ വെക്കുകയാണ്. അതൊരു 1 മിനിറ്റ് വെച്ചതിന് ശേഷം ഞാൻ അതിലോട്ട് ആ മിക്സ് നടുക്ക് ഭാഗത്ത് ഇട്ട് കൊടുക്കുകയാണ്. നടുഭാഗത്ത് തന്നെ ഇടുക. നിങ്ങൾക്ക് ആവശ്യാനുസരണം മിക്സ് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ജസ്റ്റ് അത് ഫില്ല് ചെയ്തിട്ട് അതൊന്ന് നല്ലോണം ആ സ്പൂണ് വെച്ചിട്ട് ഒന്ന് അറേഞ്ച് ചെയ്യുന്നതാണ്. കാരണം അവിടെ ഇവിടെ പൊന്തി നിൽക്കാത്ത രീതിയിൽ ഞാനൊന്ന് അറേഞ്ച് ചെയ്യുന്നതാണ്. ഇനി അത് 1 മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റ് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് കുക്കാവാൻ വേണ്ടിയിട്ട് ആ പാനിൽ അങ്ങനെ വെച്ചതിന് ശേഷം ആ എടുത്തു വെച്ചിരുന്ന ബ്രെഡിൻ്റെ പീസ് വെച്ചിട്ട് ഇതിനെ ക്ലോസ് ചെയ്ത് നല്ലോണം ഒന്ന് പ്രസ് ചെയ്തിട്ട് നമുക്കിത് ഫ്ലിപ്പ് ചെയ്തെടുക്കാം. ഇനി ഫ്ലിപ്പ് ചെയ്തിട്ട് കുക്ക് ചെയ്യുക. അത് 2 മിനിറ്റ് വെച്ച് കഴിയുമ്പോഴേക്കും ഏകദേശം ഒന്ന് കുക്കായിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടാനുസരണം, അതായത് ഞാനിവിടെ ഒരു ഗോൾഡൻ ബ്രൗൺ കളറിലാണ് ഞാൻ ആവുമ്പോഴാണ് ആ ഒരു ഭംഗിയും അതുപോലെ തന്നെ പ്രോപ്പർലി ഉള്ളിലും നല്ലോണമായിട്ട് വെജിറ്റബിൾസ് എല്ലാം ഒന്ന് കുക്കായി കിട്ടുക. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു ബ്രൗൺ കളർ ആവുന്നവരെ 2 മിനിറ്റ് ഫ്ലിപ്പ് ചെയ്തെടുക്കുകയാണ് ബ്രെഡ് സ്ലൈസ്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇനി അടുത്ത പീസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ തന്നെ ഞാൻ കുറച്ച് ബട്ടർ ഇടുകയാണ്. നിങ്ങൾക്ക് ബട്ടറിന് പകരം വേണമെന്നുണ്ടെങ്കിൽ ഓയിൽ ഒഴിക്കാം. ഇനി അതിലോട്ട് ആ സെക്കൻഡ് സ്ലൈസ് ബ്രെഡും വെക്കുകയാണ്. അതിനുശേഷം ഞാൻ ബാക്കിയുള്ള മിക്സും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് കുട്ടികൾക്ക് വേണ്ടി ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യാവുന്നതാണ്. ഒരു സാൻഡ്വിച്ച് പോലെയെല്ലാം കുട്ടികൾക്ക് നല്ല ഇഷ്ടമാവും. അതിനുശേഷം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചീസ് സ്ലൈസ് വെക്കാം. ഞാനിവിടെ മോസറല്ല ചീസ് കട്ട് ചെയ്താണ് വെക്കുന്നത്. ഇനി അതിലോട്ട് ഞാൻ കുറച്ച് ചിക്കൻ സലാമി പീസസ് മുകളിൽ വെക്കാണ്. ഇനി അതൊന്ന് നമുക്ക് ക്ലോസ് ചെയ്യാം. നല്ലോണം പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു 1 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഇതിനൊന്ന് ഫ്ലിപ്പ് ചെയ്തിടാം. ഇത് ഞാൻ മീഡിയം ഹീറ്റിലാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. ഇനി ഇതും ഒരു 2 മിനിറ്റ് ഇട്ട് കഴിയുമ്പോഴേക്കും തിരിച്ചിടുക. അങ്ങനെ ഒരു 2 മിനിറ്റ് നോക്കിയിട്ട് നിങ്ങൾ എടുക്കുക. ഇനി ഇതൊരു പ്ലേറ്റിലോട്ട് ആക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു.
വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു ബ്രെഡ് ഓംലെറ്റ് ആണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക കമൻറ്റ് രൂപത്തിൽ. അതുപോലെ തന്നെ നിങ്ങൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലിനെ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു.